സൗദിയില് ഒരു ചെറുപ്പക്കാരൻ, ഷെയ്ഖുനാനോട് മഹബത്തുള്ള ഒരു ചെറുപ്പക്കാരൻ, ഈ പറയാൻ ഞാൻ ഒരുങ്ങിയപ്പോൾ മറന്നുപോയതേ, അദ്ദേഹം സൗദിയിൽ പോയി. ഷെയ്ഖുനാന്റെ സമപ്രകാരം പോയതാ. അവിടെ ചെന്ന് അദ്ദേഹം പെട്ടെന്ന് 1 മാസത്തിന്റെ ഉള്ളിൽ തന്നെ അയാള് അവിടെ അറസ്റ്റിലായിപ്പോയി. അവിടെ ഒരു തെറ്റും ചെയ്യാതെ എന്തോ ഒരു കുറ്റാളവിൽ ആരോപിച്ച് അയാൾ ജയിലിൽ അടക്കപ്പെട്ടു. ജയിലിൽ കിടന്ന് CM-നെ വിളിച്ച് കരാൻ തുടങ്ങി. എന്നെ എന്തിനെ അങ്ങോട്ട് പറഞ്ഞയച്ചത്, എനിക്ക് നാടെന്നെ പോരേനോ, എന്നെ ജയിലിലാക്കാൻ അങ്ങോട്ട് വിടണ്ടീനോ ഒക്കെ ഷെയ്ഖുനാനോടാ പറയുന്നത്. ഷെയ്ഖുനാന്റെ സമപ്രകാരം പോകുന്നതല്ലേ, ഇന്നെ ജയിലിലാക്കാൻ അങ്ങോട്ട് പറഞ്ഞേക്കണ്ടീനോ, ഷെയ്ഖുനാനോട് കുറ്റം പറഞ്ഞ മാതിരി എന്നെ പറയാൻ ഒക്കെ പറയാ ഷെയ്ഖുനാനോട്. ഷെയ്ഖുന പറഞ്ഞയച്ചതല്ലേ, ഇയാൾ അങ്ങനെ പറയണം. അപ്പോൾ അവർക്ക് മനസ്സുവേദന ആകുക. അപ്പോൾ ഇന്നങ്ങോട്ട് ഇതേ പറഞ്ഞയച്ച ചെയ്യുന്നത് അങ്ങനൊക്കെ പറഞ്ഞ് ഇയാൾ കരയാൻ തുടങ്ങി. ഇയാൾ രാത്രി അങ്ങനെ കരഞ്ഞു കൊടുക്കുക. ഹജ്ജിന്റെ ടൈമാ. അങ്ങനെ ഇയാൾ കരഞ്ഞു കൊടുക്കുമ്പോ ജയിലിന്റെ ഇപ്പുറത്ത് ഷെയ്ഖുന വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഷെയ്ഖുന ആ ജയിൽ തുറന്ന് ഉള്ളിൽ കയറി സലാം പറഞ്ഞെത്തിപ്പോ ഷെയ്ഖുന ജയിലിലെത്തിയാണ്. സുബ്ഹാന, ജയില് തുറക്കാൻ കഴിയോ, തുറക്കാൻ പറ്റുമോ? അതൊക്കെ ചെന്ന് ചോദിച്ചു നോക്ക്. അതങ്ങനെ ഉള്ളിൽ കയറി. അപ്പോ നീ കരയുന്ന കേട്ട് വന്നാ ഞാൻ ഹജ്ജിന് വന്നതാ, വാ ഞാൻ കൈ പിടിച്ച് കൊണ്ടുവന്ന് വണ്ടി കയറ്റി നേരെ വിട്ട് ഏതൊരു സ്ഥലം പറഞ്ഞു സൗദിയിൽ, എനിക്ക് അറിഞ്ഞൂടെ, അവിടെ ആക്കി കൊടുത്തു. ഇദ്ദേഹം നാട്ടിക്ക് വിളിച്ച് ഷെയ്ഖുന ഭാര്യനോട് പറഞ്ഞു, ഷെയ്ഖുന അവിടെ വന്ന് എന്നെ ജയിലിനെ കൊയിച്ചിലാക്കി. ഷെയ്ഖുനാന്റെ അടുത്ത് അവിടെ ഉണ്ടോ ഷെയ്ഖുന? ഷെയ്ഖുന എന്നപ്പോ ഷെയ്ഖുന കിടക്കണോടത്ത് കിടക്കുന്നുണ്ട്, വഴി മാറിയും പോയിട്ടൊന്നുമില്ല. ഇതാണ് ഷെയ്ഖുന. എന്തിൻ്റെ ഉള്ളിലും കയറും, എന്തിന്നും പുറത്തു പോരും, ആരെയും കൊണ്ടുപോകും, ആരെയും പുറത്താക്കും. ഒരു പ്രയാസവുമില്ല, അന്നുമില്ല ഇന്നുമില്ല, എന്തും ചെയ്യാൻ കഴിയും. പിടിച്ചോ ഷെയ്ഖുനാന്. ഏതൊരാൾക്കും അവിടുത്തെ മദത് കിട്ടും.